നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാരണക്കുറ്റി നോക്കിയിട്ട് അവളുടെ ചെവി അടഞ്ഞുപോയി. ശോഭ പറഞ്ഞതാ ഞങ്ങളോട്. അതെനിക്കങ്ങ് ഇഷ്ടായി. എത്രയോ കാലം ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹം അസത്തിനിട്ട് രണ്ട് കൊടുക്കണമെന്ന്. ഇതിപ്പോ എന്റെ മനസ്സറിഞ്ഞ പോലെ ആതിര കൊടുത്തല്ലോ. അച്ഛാ, ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഒരു ഒറ്റ കാരണം മതി ആതിര എന്റെ ലൈഫ് പാർട്ണർ ആക്കാൻ. ഞാൻ അപ്പുറത്തേക്ക് അല്ലട്ടെ. ശരി. അനവധി വർഷങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ട് നടന്ന ആഗ്രഹം നീ നടത്തി ആതിരെ. നിന്റെ ആ പ്രയോഗം കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ലല്ലോ. സാരമില്ല, ഇനിയും വരും അവസരം. ഇതിനൊരു പ്രത്യേകം താങ്ക്സ് നിന്നോട് പറയുക തന്നെ വേണം, ഉടനെ തന്നെ. മുത്തശ്ശനും ഉണ്ടാവണം എന്റെ കൂടെ. ഉണ്ടാകും. നീ തകർത്താടിക്കോ മക്കളെ. പോവാച്ചാ നമ്മളിറങ്ങിക്കും. മുസ്തഫ അങ്കിൾ. ആ മുസ്തഫ, രണ്ടുപേരും കൂടെ കൂട്ട യാത്രയിലാണെന്ന് തോന്നുന്നു. കൃത്യസമയത്ത് വന്നോണ്ട് കാണാൻ പറ്റി. ഞാൻ എങ്ങോട്ടുമില്ല, ഇവള് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതാ. ഓ, സുഖല്ലേ മോളെ? സുഖാണെങ്കിലേ. ആ, മുസ്തഫയുടെ കടയുടെ കാര്യത്തിൽ തീരുമാനം എന്തായി എന്ന് ചോദിക്കാനായിരിക്കും ഇങ്ങോട്ട് വന്നത് അല്ലേ? അതെ, ആതിര പറഞ്ഞതുകൊണ്ട് കട ആർക്ക് കൊടുക്കാതെ വച്ചിരിക്കാണല്ലോ ഞാൻ. ആ, ഇതിപ്പോ തരക്കേടില്ലാത്തൊരു പാർട്ടി വന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചിട്ട് തീരുമാനം പറയാന്ന് വിചാരിച്ചു. അറിയല്ലോ, എനിക്ക് ഇച്ചിരി സാമ്പത്തിക പ്രശ്നങ്ങളുള്ള സമയമാണ്. എന്നാലും നിങ്ങളോടൊരു വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടെ ചോദിക്കാന്ന് കരുതി. ഞാൻ മുസ്തഫയോട് അന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നല്ലോ എന്ന് കരുതി എന്നെ ഒരിടത്ത് സ്വസ്ഥമായിട്ട് ഇരുത്താനാ ഈ സൂപ്പർ മാർക്കറ്റ് എന്ന ആശയം ആതിര കൊണ്ടുവന്നത്. പക്ഷെ എന്താ പറയാ, ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അങ്ങനെ ഒരു സംരംഭം തുടങ്ങാനുള്ള ശേഷി എനിക്കില്ല. ലോൺ സംഘടിപ്പിക്കാൻ നോക്കി, നടന്നില്ല. അതുകൊണ്ട് കട ഇപ്പൊ ഒന്ന് ആ പാർട്ടിക്ക് തന്നെ കൊടുത്തേക്ക് മുസ്തഫ. എന്താ അച്ഛ ഇങ്ങനെ?